ഹായ്, കർക്കിടക മാസമൊക്കെ അല്ലേ. അപ്പോൾ നമ്മൾ കരുതി കർക്കിടക കഞ്ഞി, ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരുപാട് പേര് കർക്കിടക മാസത്തിൽ കഴിക്കുന്ന ഔഷധ കഞ്ഞി. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നമ്മൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നവരരി, ദശമൂല ചൂർണം, ഉലുവ, അതുപോലെ നമ്മുടെ ചെറുപയർ, നാളികേരപ്പാൽ, അതെല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ ദശമൂലം എടുത്തിട്ട് നമ്മളൊരു കിഴി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് വേറെ ഒന്നുമല്ല, ആ തിളയ്ക്കുന്ന സമയത്ത് ആ ദശമൂലത്തിൽ നിന്നുള്ള ഫ്ലേവർ മുഴുവൻ, അതിൻ്റെ സത്ത് മുഴുവൻ ആ വെള്ളത്തിലേക്ക് ഇറങ്ങും. ആ വെള്ളത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, നവരരി ഇടും. നവരരി അതിൽ കിടന്ന് ഇങ്ങനെ വേവണം. ഒരുപാട് ടൈം എടുക്കൂട്ടോ വേവാനായിട്ട്. അങ്ങനെ വെന്ത് പകുതി വേവാവുന്ന സമയത്ത് നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ഉലുവയും അതുപോലെ നമ്മുടെ ചെറുപയർ നമ്മൾ അതിലേക്ക് ഇട്ടു. അതിനുശേഷം കുറച്ചും കൂടി വേവായി കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ദശമൂല ചൂർണം അതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പാണ് ഇട്ടത്. സാധാരണ ഇന്ദുപ്പ് വേണം കേട്ടോ. നമ്മുടെ കയ്യിൽ ഇന്ദുപ്പ് ഇല്ലാത്ത കാരണം നമ്മൾ സാധാ ഉപ്പിട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നാളികേരപ്പാൽ ഒഴിക്കുക, അത് വാങ്ങി വയ്ക്കുക. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നാളികേരപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒരുപാട് തിളപ്പിക്കരുത്, അപ്പോൾ തന്നെ ഓഫ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ സെർവ് ചെയ്തു, കഴിച്ചു നോക്കി. കുഴപ്പമില്ലായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രുചിയല്ല.